100-day challenge for FN and SMC trading day 25. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്കൊരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വെച്ചിട്ട് ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ചാർട്ടിലേക്ക് പോകും. ഈ ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു ഹയർ ലോ ഹയർ ഹൈ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു ഹയർ ലോ ഇതാണ്, ഒരു ഹയർ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഏരിയാസിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാനും നമുക്ക് ഡിസ്കൗണ്ട് ഏരിയാസിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ഇൻഡ്യൂസ്മെന്റും കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് പ്രോപ്പറായിട്ട് ഇവിടുന്ന് ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഡിസ്കൗണ്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കൺഫർമേഷൻ ആണ് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ ഒരു 50% എബോ ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും ആണ് മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് വന്നെന്നുണ്ടെങ്കിലോ, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫെയിൽ ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ നമുക്ക് മാർക്കറ്റ് ഉള്ളത് ഏകദേശം ഒരു പ്രീമിയം ഏരിയയിലാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഏതെങ്കിലും ഒരു പ്രീമിയം ഏരിയയിലാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ, ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിലും ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീമിയം ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരും എന്നുള്ള രീതിയിൽ നമുക്ക് 50% വരെ സെല്ല് ചെയ്തുകൊണ്ട് റിസ്ക് എൻട്രീസിന് കൺസിഡർ ചെയ്യാനും വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ഓൾറെഡി നമ്മൾ എങ്ങനെ ഒരു ഇൻഡ്യൂസ്മെന്റിലേക്ക് ട്രേഡ് എടുക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ പ്രീമിയത്തിന്റെ 50% വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് പ്രീമിയം ഏരിയയും ഡിവൈഡ് ചെയ്തതിന് ശേഷം പ്രീമിയം ഏരിയയിൽ നിന്ന് അപ്പൊ മനസ്സിലാക്കുക, പ്രീമിയം ഏരിയയിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യാനും ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റിനെ നമ്മൾ ബൈ ചെയ്യാനുമാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതുപോലെ തന്നെ നമുക്ക് ഡൗൺ ട്രെൻഡിലും പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം പ്രീമിയം ഏരിയാസിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാനും ഡിസ്കൗണ്ട് ഏരിയാസിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ എന്ന റൂള് നമ്മളെ സിസ്റ്റത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പ്രോബബിലിറ്റി ഉള്ള എൻട്രീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും എടുക്കാനും വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ എങ്ങനെ ഈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വെച്ചിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് 1 minute. See you tomorrow.